നമസ്കാരം. കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും നിങ്ങൾ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണോ? ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ തന്നെ സ്വാഭാവികമായിട്ടും കുടുംബ പ്രശ്നങ്ങൾ അതിലൂടെ ഒരുപാടുണ്ടാവും. സാമ്പത്തികം ശരിയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം സാമ്പത്തികം തന്നെയാണ്. അതില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് കുടുംബജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതും നശിച്ചു പോകുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടറിഞ്ഞിട്ടും കണ്ടറിഞ്ഞിട്ടും ഉണ്ടാവും. ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ കുടുംബ പ്രശ്നങ്ങൾ പലതും പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ പോലും അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, പറഞ്ഞ് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി അത് വേർപിരിയലിൻ്റെ വക്കിലേക്കും ഒക്കെ മാറിപ്പോവാറുണ്ട്. അതിന് മറ്റ് പല കാരണങ്ങളുമുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണ് നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനാദ്യം ആ പ്രശ്നങ്ങൾ എന്താണ്, ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളായതുകൊണ്ട് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് നോക്കി അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളും എന്താണ് ചെയ്യേണ്ടത് എന്നും ചെയ്താൽ മാത്രമേ ആ കാര്യങ്ങളൊക്കെ ക്ലിയറായി വരികയുള്ളൂ. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് അതിന് തയ്യാറാവുക എന്നുള്ളതാണ്. മനസ്സ് തയ്യാറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സെല്ലാവരും തയ്യാറാണ്, എങ്ങനെയും രക്ഷപ്പെടണം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാവണം എന്നുള്ള മനസ്ഥിതി തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷേ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് തന്നെ അത് ഇങ്ങനെ ആയല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളത് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോഴാണ് ആ പ്രശ്നം കൂടി വരുന്നത്. അത് മാറുന്നതായിട്ടും മാറിയതായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് വരുന്നേ ഇല്ല, ആ ഒരു ചിന്തയും വരുന്നില്ല. അതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളതിനെക്കുറിച്ച് മാത്രം അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ വിഷയം കൂടി വലിയ വിഷയങ്ങളിലേക്ക് ആയി പോകുന്നത്. അത് തുടക്കത്തിൽ തന്നെ അത് മാറുന്നതായിട്ടും അത് മാറിയതായിട്ടും ഒക്കെ ഉള്ളൊരു ഫീലിങ്ങിൽ വേണം നമ്മൾ നിലനിൽക്കാൻ. അങ്ങനൊരു ഫീലിങ്ങിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ അത് മാറി വരികയുള്ളൂ. അത് തുടക്കത്തിൽ തന്നെ നമ്മളത് ചെയ്യണം. പക്ഷെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കത് തുടക്കത്തിൽ ചെയ്യാൻ മനസ്സുകൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ല. എങ്ങനെ ചെയ്യണം, എങ്ങനെ മനസ്സാ ലെവലിലേക്ക് കൊണ്ടുവരണമെന്ന് അറിയാത്തതുകൊണ്ട് ആ ഒരു വിഷയത്തിൻ്റെ പിന്നാലെ തന്നെ ചിന്തകൾ പോകും. അതുകൊണ്ടാണ് അത് വലിയ വിഷയങ്ങളിലേക്ക് ആ നമ്മളിൽ നിന്ന് പോകുന്ന ആ തോട്ട് പ്രോസസ്സിനനുസരിച്ച് അത് വിഷയം വലുതായി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഒരു വിഷയം വരുമ്പോൾ ആ ഒരു നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കാതെ അതിനുള്ള പരിഹാരത്തെക്കുറിച്ച് തുടക്കത്തിലേ ചിന്തിക്കണം. വിട്ടുകൊടുക്കരുത്. പരിഹാരം ചെയ്യണം. പരിഹാരത്തിലൂടെ അത് മാറും. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്താലാണ് മാറും, നമ്മളെങ്ങനെ ചിന്തിക്കണം, ഏത് രീതിക്ക് ചിന്തിച്ച് പ്രപഞ്ചത്തിലോട്ട് അതിനുള്ള വൈബ്രേഷൻ നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മളത് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ പ്രശ്നം കുറഞ്ഞു വരികയുള്ളൂ. അതല്ലാത്തടത്തോളം കാലം നമ്മൾ അതിനെക്കുറിച്ചുള്ള വൈബ്രേഷൻ നെഗറ്റീവായി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അധികരിച്ചു വരും. സാമ്പത്തിക വിഷയങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സാമ്പത്തിക വിഷയം നടക്കുന്നത് നമ്മുടെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ നമുക്കത് സാധ്യമല്ല, കിട്ടില്ല, നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ള ആ ഒരു ഉള്ളിൽ, ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ബോധമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ കുറേ ആ ഉണ്ട് എന്നുള്ള ഒരു ഫീലിങ്ങിലേക്ക് വരാനും പറ്റില്ല. നമ്മളിപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് പറ്റിയാലും അത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ മാറിപ്പോവും. ചിന്ത അങ്ങോട്ട് തന്നെ പോവും. അപ്പോൾ വീണ്ടും നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കതിനുള്ള വരുമാനമില്ല, നമുക്കതൊന്നും ഇല്ല എന്നുള്ളൊരു രീതിയിലേക്ക് എത്തും. നമ്മൾ ആ ബിലീവ് സിസ്റ്റം അതിലേക്ക് എത്തുന്നു. നമുക്ക് ഇന്ന കാര്യങ്ങളേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ, അതിലപ്പുറം ഇല്ല എന്നുള്ളൊരു ബിലീവ് സിസ്റ്റം നമ്മളിൽ രൂപാന്തരപ്പെടും. അത് ഉറച്ച് നമ്മുടെ തലച്ചോറിൽ അത് ഒരു ന്യൂറോൺ പാത്വേ ആയിട്ട് അതങ്ങനെ രൂപപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിലേക്ക് നടക്കുള്ളൂ. അതിലപ്പുറം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടണം. അപ്പോൾ ഈ തലച്ചോറിലുണ്ടാവുന്ന ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് തിരിച്ചറിഞ്ഞ് അതിനുള്ള വഴികൾ, അത് മാറ്റിയെടുക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് അതിൻ്റെ പരിഹാരം, എങ്ങനെ ചെയ്താൽ അത് മാറും എന്നുള്ളത് നോക്കി അത് മാറ്റിയെടുക്കാനും ആ എനർജി നമ്മൾ കൊണ്ടുവരാനും ശ്രമിച്ചു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും നമുക്ക് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും. അത് നമ്മളത് തുടക്കത്തിൽ 1-2 ദിവസം കൊണ്ടൊന്നും പറ്റിയെന്ന് വരില്ല. നമ്മളത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം ചെയ്യണം. എങ്കിലേ അത് കൃത്യമായിട്ട് അത് നടക്കുകയുള്ളൂ. ചില വ്യക്തികൾക്ക് അത് പെട്ടെന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു 21 ദിവസം കൊണ്ടൊക്കെ കാര്യം ക്ലിയറാവും ആ വ്യക്തിക്ക്. അത് ആ വ്യക്തിയുടെ എനർജിക്ക് അനുസരിച്ചായിരിക്കും ആ വ്യക്തിയിലേക്ക് ആ മാറ്റം വരുന്നത്. ചില വ്യക്തിക്ക് അത് 1 മാസം, 1.5 മാസം, 2 മാസമൊക്കെ പിടിച്ചെന്ന് വരും. പക്ഷേ ആ 2 മാസം നഷ്ടപ്പെട്ടാലും നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റും. മറ്റേത് നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ആ 2 മാസം കഴിയും, 2 വർഷം കഴിയും, 20 കൊല്ലം പോലും കഴിഞ്ഞു ഈ ദാരിദ്ര്യത്തിലൂടെ. അപ്പം നമ്മളത് മാറ്റിയെടുക്കാൻ ഒരു 2 മാസമോ അല്ലെങ്കിൽ 3 മാസമോ അല്ലെങ്കിൽ 1 മാസമോ എത്രയാണോ അത് ഓരോ വ്യക്തിയുടെ എനർജി ലെവൽ അനുസരിച്ചായിരിക്കും ആ വ്യക്തിയിലേക്ക് ആ കാര്യങ്ങൾ വന്നു ചേരുന്നത്. ചിലപ്പോൾ 7 ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയറായി വരും. അപ്പം അത് മനസ്സിലാക്കി നമ്മളത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങൾ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സാമ്പത്തിക പ്രയാസങ്ങളോ കുടുംബജീവിതങ്ങളെല്ലാം നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഏത് രീതിയിൽ കുടുംബജീവിതത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയറായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ അതിന് വേണ്ടി നമ്മൾ ഇറങ്ങിയേ പറ്റൂ. ഇറങ്ങാതെ ഒരു കാര്യവും നടക്കില്ല. നമ്മൾ മടിച്ചിരുന്നിട്ടോ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നിട്ടോ ഒരു കാര്യമില്ല. നമ്മളതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ആരെയാണോ എങ്ങനെയാണോ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്ത് നമ്മളത് മാറ്റിയെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കഷ്ടത്തിലേക്ക് തന്നെ ആയിരിക്കും വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതം. ഒരിക്കലും അതിൽ നിന്നൊരു മോചനം കിട്ടില്ല. അതിനുള്ളിൽ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനി ഇതിനെക്കുറിച്ചൊക്കെ അറിയണം. എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് ജീവിതത്തിൽ ഇത് ദാമ്പത്യ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അത് മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലൊരു വാട്സാപ്പ് നമ്പർ കാണും. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയാൻ കഴിയും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കി മനസ്സിലാക്കി അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതുപോലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടി നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ അതൊക്കെ മനസ്സിലാക്കണം, അറിയണം, ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്താൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതെല്ലാം മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി എല്ലാവരും ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.